അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുളിച്ച് നല്ല സുന്ദരി കുട്ടികളൊക്കെ ആയിട്ട് നേരെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണ വീട്ടിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കല്യാണ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കല്യാണ പെണ്ണ് രാവിലെ സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നേരെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷനൊക്കെ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ട് നടക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കല്യാണ പെണ്ണ് നേരെ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പം പിന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ താലികെട്ടൊന്നും കാണിക്കാത്ത പോലും ഇല്ല ഈ വീഡിയോഗ്രാഫേഴ്സ്. അവരുടെ ഫ്രണ്ടിൽ മാറി നിന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അവിടെ അതിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുവാണ്. കാരണം ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കാണാൻ പറ്റുന്ന ഇതിൽ നിൽക്കുകയാണ്. അപ്പം അവിടെ കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ ആളായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിക്കും തിരക്കിയിട്ട് നമുക്ക് കെട്ടിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങോട്ട് മാറി നിന്നിട്ട് എടുത്ത്. പിന്നെ നമ്മുടെ കയ്യിൽ പിള്ളേരുള്ളത് കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ടൊന്നും പോയില്ല. അങ്ങനെ നേരെ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോയും മുന്തിരിങ്ങയും പിന്നെ പൈനാപ്പിള് പിന്നെ മിൻറ്റ് ലൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളകത്ത് നിന്ന് മാംഗോയും പിന്നെ പപ്പായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാംഗോയും പൈനാപ്പിളും മുന്തിരിങ്ങയൊക്കെ ട്രൈ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മുളയൊക്കെ ഇങ്ങനെ വലുതായി നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി ഫോട്ടോ എടുത്ത് പിന്നെ നമ്മുടെ അപ്പൂൻ്റെ കയ്യിൽ ഐഫോൺ ഉള്ളതുകൊണ്ട് അപ്പൂൻ്റെ സഹായത്തോടെ നമ്മൾ നല്ല നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഇനി അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ നേരെ അല്ലുവിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് അത് രണ്ടും കൂടി സെറ്റ് ആവത്തില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അല്ലുവിന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ആ കളർ രണ്ടും കൂടി കേട്ടോ. അങ്ങനെ കല്യാണ ചെറുക്കനും പെണ്ണും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൊട്ടും കുരവയൊക്കെ ആയിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കിടത്തി. ചെക്കപ്പിന് ഡ്രസ്സ് പോത്തീസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ല ഡ്രസ്സായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെക്കപ്പ് പിള്ളേരുടെ 2 ഡ്രസ്സും സൂപ്പർ ഡ്രസ്സായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലുമ്മക്ക് എൻ്റെ ചുണ്ടി കിടക്കുന്ന ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് അവളുടെ ചുണ്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉമ്മയൊക്കെ തരുന്നത്. അങ്ങനെ നേരെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനേക്കാൾ കുറച്ചൊക്കെ, അതായത് ഞാൻ ആലപ്പുഴക്കാരി ആയതുകൊണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള കുറച്ചൊക്കെ വ്യത്യാസമുള്ള സദ്യയൊക്കെയാണ്. 18 കൂട്ടം സാധനങ്ങൾ അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പം അല്ലു നേരെ പപ്പടം ആദ്യം തന്നെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. തൊടുകറി, അച്ചാർ, അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഇതിൻ്റെ ഒന്നും പേരെനിക്ക് ഫുള്ളായിട്ട് അറിയത്തില്ല. പിന്നെ നമുക്ക് പഴത്തിന് പകരം ബോളിയും പായസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2 തരം പായസമൊക്കെ കഴിച്ച് നേരെ വയറൊക്കെ വീർപ്പിച്ച് നേരെ പുറത്തോട്ട് കഴിഞ്ഞപ്പോൾ ഇത് കൊടുക്കണുണ്ടായിരുന്നു. സന്ധ്യവേട്ടൻ മേടിച്ച് വായിലിട്ടിട്ടുണ്ട്. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊക്കെ തീർന്നപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.